ഹലോ ഗൈസ്, എൻ്റെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള പൊന്മുടിയിലാണ്. ഇവിടെയാണ് നമ്മൾ പൊന്മുടിയുടെ ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവുന്നതാണ്. ഇവിടെയാണ് ടിക്കറ്റ് എടുത്തിട്ട് ഈ ടിക്കറ്റ് കൊണ്ടാണ് നമുക്ക് അകത്ത് കയറേണ്ടത്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്. കാറിന് 40 രൂപയാണ് ടിക്കറ്റ്. അതിൽ കൂടുതലുള്ള വലിയ വണ്ടികൾക്കാണെങ്കിൽ അതിനനുസരിച്ച് ടിക്കറ്റിന് മാറ്റം വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് കിട്ടുന്ന പാസും കൊണ്ട് നമ്മൾ ഇതിൻ്റെ കളയാതെ സൂക്ഷിച്ച് വേണം കൊണ്ടുപോകാൻ. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ഏറ്റവും മുകളിലേക്ക് അവിടെ ചെക്കിങ് കാണും. അവിടെ ഈ പാസ് കാണിച്ച് അത് അവർ കയറിയതിന് ശേഷമാണ് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. പൊന്മുടിയിലേക്ക് കയറാൻ വേണ്ടി മൊത്തം 22 ഹെയർ പിൻ വളവുകളാണ് ഇവിടെ ഉള്ളത്. പൊന്മുടിയിലുള്ള റോഡുകളിൽ ഇപ്പോൾ പണികൾ നടക്കുകയാണ്. കാരണം കഴിഞ്ഞ മഴയത്ത് കുറേ സ്ഥലങ്ങളിലൊക്കെ മണ്ണിടിച്ചിൽ കാരണം കുറേ റോഡൊക്കെ മുക്കാലും പോയിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ പണികളൊക്കെ നടത്തി നല്ലൊരു പ്രൊട്ടക്ഷൻ രീതിയിലും പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ വീതിയൊക്കെ കൂട്ടിയൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ യാത്രക്കാർക്ക് പോകാൻ വേണ്ടി നല്ലൊരു സൗകര്യം കൂടിയാണ് അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വീതി കൂട്ടുന്ന ആ ഒരു റോഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ പോകുന്ന റോഡിൽ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റോഡിൻ്റെ 2 വശത്തും എവിടെയൊക്കെ നമുക്ക് കുരങ്ങുകളെ കാണാൻ പറ്റും. നമുക്ക് ഫുഡൊക്കെ താഴെ നിന്ന് കൊണ്ടുപോയാൽ നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. ബിസ്ക്കറ്റോ തക്കാളിയോ ജാമ്പയ്ക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കഴിക്കുന്നതൊക്കെ കാണാം. ഇതാ നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കുന്ന ഒരിതാണ് ഇതൊക്കെ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും യാത്രകൾ തുടരുകയാണ്. പൊന്മുടി പോകേണ്ട ബെസ്റ്റ് സീസൺ എന്ന് വെച്ചാൽ നവംബർ മുതൽ മാർച്ച് വരെയാണ്. ഇതിനകത്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കാലാവസ്ഥയായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. നല്ല മഞ്ഞും നല്ല ഒരു ആംബിയൻസ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഞാൻ പോയത് ഈ മാസമാണ്. ഏപ്രിൽ ആയതുകൊണ്ട് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് നല്ല മഞ്ഞും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം തയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുടിക്കാൻ വേണ്ടിയുള്ള ചായക്കടയും ജ്യൂസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ചായയ്ക്കും സ്നാക്സിനൊക്കെ ഒരേ റേറ്റ് തന്നെയാണ്. ചായയ്ക്ക് 10 രൂപയും സ്നാക്സിന് 10 രൂപയാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു ചായയും ഒരു മിനറൽ വാട്ടറുമാണ് വാങ്ങിച്ചത്. പൊന്മുടി ഹിൽ സ്റ്റേഷനിലെത്താൻ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 55 കിലോമീറ്ററും ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് 58 കിലോമീറ്ററും ദൂരെയാണ് നമ്മുടെ പൊന്മുടി ഇരിക്കുന്നത്. പൊന്മുടിയിൽ ജൂൺ മുതൽ ഒക്ടോബർ വരെ ഇവിടെ റെയിനി സീസണാണ്. ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും. നമുക്ക് പിന്നെ അകത്ത് കയറാൻ പറ്റില്ല. അതൊരു മഴയായിരിക്കും ആ സമയത്തൊക്കെ ഇവിടെ പെയ്യുന്നത്. നമ്മളങ്ങനെ മേലിലേക്ക് എത്തി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കുറേ ഷോപ്സ് നമുക്ക് കാണാം. ഇവിടെയൊക്കെ നമുക്ക് ചായകളും സ്നാക്സ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ കടകളുടെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഇവിടെ തേയിലകളും അങ്ങനത്തെ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. തേയിലയൊക്കെ ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് എടുക്കുന്നതാണ്. ഇവിടെ തേയില ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് എടുക്കുന്ന തേയിലപ്പൊടികളാണ് ഇവിടെ അവർ കച്ചവടം ചെയ്യുന്നത്. നമുക്കതൊക്കെ വേണമെങ്കിൽ നല്ല അഫോർഡബിൾ പ്രൈസിൽ ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ പൊന്മുടി എത്താറായപ്പോൾ തന്നെ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ കയറി എന്തെങ്കിലും പരാതി കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ താഴെ നിന്ന് പാസ് എടുത്തത് ഇവിടെ കാണിച്ചതിന് ശേഷം നമ്മൾ പൊന്മുടിക്കകത്ത് കയറിയിരിക്കുകയാണ്. ഇതാണ് പൊന്മുടിയുടെ മേളത്തെ മെയിൻ കാഴ്ച. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ കാർ പാർക്കിങ്ങിന് നല്ലൊരു ഏരിയ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ കാർ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
ഇതാണ് ഇവിടുത്തെ കാർ പാർക്കിംഗ്. ഇവിടെ കാറ്, ബൈക്ക്, ഓട്ടോറിക്ഷ എല്ലാം നമുക്കിവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. നല്ല ഒരു വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഇവർ കാർ പാർക്കിങ്ങും എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് അവിടെ ഫുള്ളും കാണാൻ പറ്റുന്നതാണ്. ഇവിടുന്ന് കുറച്ച് ബാക്കിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് കഫറ്റീരിയയും ഐസ്ക്രീം പാർലർ ഷോപ്പൊക്കെ നമുക്ക് അവിടെ കാണാവുന്നതാണ്. പിന്നെ അവിടെ തന്നെ നമുക്ക് ടോയ്ലറ്റ് സർവീസും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം നല്ലൊരു മോഡേൺ ഫെസിലിറ്റീസിലാണ് അവരവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്താണ് എല്ലാ ഫെസിലിറ്റീസും ഉള്ളത്. നമുക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ച് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൊന്മുടി എക്കോ ടൂറിസത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ് ഇത്. 2 ആടിൻ്റെ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ആംബിയൻസ്, നല്ലൊരു ആംബിയൻസാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു മലനിരകളുടെ ഇടയിലൂടെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു നല്ലൊരു ആംബിയൻസ് ആണ്. നവംബർ മാർച്ച് സമയത്ത് നമ്മളിവിടെ വരികയാണെങ്കിൽ നമുക്കിവിടെ ഫോഗും കൂടെ കാണാൻ പറ്റും. നല്ലൊരു അപ്പോൾ വേറൊരു ഫീലായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. നമ്മൾ താഴേന്ന് ഫുഡൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഫുഡ് കഴിക്കാവുന്നതാണ്. അതിന് പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പൊന്മുടിയുടെ ഹൈറ്റ് വന്നിട്ട് 3000 അടിയാണ്. പശ്ചിമഘട്ട മലനിരകളുടെ ഒന്നാണ് നമ്മുടെ പൊന്മുടി. പൊന്മുടിയിൽ ഇംഗ്ലീഷ് പറയുന്നത് ഗോൾഡൻ ക്രൗൺ എന്നാണ്. ഇവിടെ നമുക്ക് ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ പൊന്മുടി. എല്ലാവരും മാക്സിമം ഒരിക്കലെങ്കിലും വന്ന് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. വരേണ്ട ടൈം വന്നിട്ട് നവംബർ മാർച്ചിന് ഇടയ്ക്കാണ്. ആ ടൈമിൽ ഇവിടെ നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് പൊന്മുടിയിലെ പ്രധാന കാഴ്ചകൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പം അടുത്ത വീഡിയോയിൽ കാണാം.